നമസ്കാരം. ഇങ്ങനെ ആയിരിക്കണം അമ്മമാര്. ഇതാണ് അമ്മ. പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവം ഏവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയമാണ് അല്ലെ. സ്വന്തം മകളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചോദ്യം ചെയ്യണം. എന്തായാലും നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം. ന്യൂസ് ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കി. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടില്ല. മകൾക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ വയോധികന്റെ മുഖത്തടിച്ച് മാതാവ്. പത്തനംതിട്ട ഏനാത്താണ് സംഭവം. ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം കാട്ടിയത് ചോദ്യം ചെയ്ത മാതാവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ പത്തനംതിട്ട നെല്ലിമുകൾ ജംഗ്ഷനിൽ വൈകിട്ട് 5 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു 17കാരി. വീട്ടിലേക്ക് മടങ്ങിയ 17കാരിയാണ് ലൈംഗിക അതിക്രമത്തിന് ബസ്സിൽ വെച്ചിട്ട് ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ട് ഈ വയോധികൻ കുട്ടിയോട് അതിക്രമം കാട്ടുന്നത്. നെല്ലിമുകൾ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയതിന് പിന്നാലെ പെൺകുട്ടി മാതാവിനെ വിളിച്ച് തന്നെ വയോധികൻ ഉപദ്രവിച്ച വിവരം പറയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സ്ഥലത്ത് വന്ന മാതാവ് തൊട്ടടുത്ത കടയിൽ തന്നെ ഈ വയോധികൻ നിൽപ്പുണ്ടായിരുന്നു. രാധാകൃഷ്ണപിള്ള എന്നാണ് പേര്. മുണ്ടപ്പള്ളി തറയിൽ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണപിള്ള, 59 വയസ്സുള്ള ആളാണ്. ഇദ്ദേഹം ഈ വയോധികൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉപദ്രവിച്ച വിവരം പറയുകയും മാതാവ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുകയുമായിരുന്നു. ആ സമയത്ത് ഇയാൾ മാതാവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ചെറുത്തു നിൽക്കാൻ ശ്രമിക്കവെയാണ് മാതാവ് ഇയാളുടെ മുഖത്തടിക്കുന്നത്. മൂക്ക് പൊട്ടി, രാധാകൃഷ്ണപിള്ളയുടെ മൂക്ക് പൊട്ടി ചോര വന്നു. വിവരം അറിഞ്ഞ് എത്തിയ ഏനാത്ത് പോലീസ് പിള്ളയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഈ രാധാകൃഷ്ണപിള്ളയ്ക്കെതിരെ പോക്സോ വകുപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാവിനെതിരെ, പിള്ളയെ ആക്രമിച്ചതിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ +2 വിദ്യാർത്ഥിനിയോടാണ് ലൈംഗിക അതിക്രമം കാട്ടുകയും ചോദ്യം ചെയ്ത മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്യാൻ ഈ വയോധികൻ ശ്രമിച്ചത്. തിരിച്ച് മാതാവ് എതിർത്ത് നിൽക്കവെയാണ് ഇത്തരത്തിൽ ഇയാളുടെ മുഖത്ത് അടിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂസ് കണ്ടില്ലേ? ഇതാണ് അമ്മ. ഇങ്ങനെ ആയിരിക്കണം അമ്മമാര്. സ്വന്തം മകളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ മറുപടി കൊടുക്കണം. ഈ അമ്മയും ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. ആദ്യം തന്നെ ആ അമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം മക്കളെ ആരെങ്കിലും ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവന്റെ മുഖമല്ല കണ്ണും മൂറും അടിച്ച് സെറ്റാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളുടെ മക്കളെ നമ്മൾ പോറ്റി വളർത്തുന്നത് മറ്റുള്ളവർക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മക്കളെ നമ്മൾ പൊന്നുപോലെ നോക്കി വളർത്തുന്നത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള സാമൂഹ്യ ദ്രോഹികൾ വന്നിട്ട് നമ്മളുടെ മക്കൾക്ക് നേരെ ലൈംഗിക അതിക്രമം കാണിക്കുകയോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ആ സ്പോട്ടിൽ കരണം അടിച്ച് പൊട്ടിച്ച്, ഇവിടെ ഈ വ്യക്തിയുടെ മൂക്കാണ് ആ അമ്മ അടിച്ച് പരത്തിയിട്ടുള്ളത്, ഇടിച്ച് പരത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ അമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. കാരണം ആ മകളെ എത്രത്തോളം ആ അമ്മ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മകളെ എത്രത്തോളം അമ്മ നോക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണിത്. ഇതുപോലെ ബോൾഡായിട്ട് എല്ലാ അമ്മമാരും ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള ഞരമ്പന്മാരുടെ അസുഖം എന്ന് പറയുന്നത്. അതിലൊരു സംശയമല്ല. അതിനെന്ത് ചെയ്യണം? നമ്മൾ അമ്മമാരും അച്ഛന്മാരും ആ സ്പോട്ടിൽ അതിനുള്ള മറുപടി കൊടുക്കണം. അതാണ് വേണ്ടത്. പിന്നെ നിയമത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നീട് നോക്കണം. എന്തായാലും തെറ്റ് ചെയ്യാത്തവന്റെ കൂടെ നിയമം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. നമ്മുടെ നാട്ടിലെ നിയമം തെറ്റ് ചെയ്യാത്തവന്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പൊ നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കും. ഇതിന്റെ ഇടയിൽ ഉടായ്പ കാണിക്കുന്ന പലരും ഉണ്ട്, അത് വേറെ കാര്യം. ഈ പേരും പറഞ്ഞുകൊണ്ട് ഉടായ്പ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആളുകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൂടെ കട്ടക്ക് കേരള ജനത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പൊ ഇതുപോലെയുള്ള അമ്മമാര് അച്ഛന്മാര് ഇനിയും നമ്മളുടെ കേരളത്തിൽ മുൻപോട്ട് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.